മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ചാൻസ് എത്രയാണ് അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടെത്തുന്നത് എന്ന രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു. അതേപോലെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ കിട്ടാൻ പ്രോബബിലിറ്റി കൂടുതൽ ഏതിനാണ്, അതായത് ഏത് സംഭവമാണ് കിട്ടാൻ ചാൻസ് കൂടുതൽ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിരുന്നു. ഇനി നമുക്ക് ഈ പ്രോബബിലിറ്റി നോക്കാനുള്ളത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയാണ്. അതായത് ജിയോമെട്രി ആയിട്ടുള്ള പിക്ചറുകളിൽ നമുക്ക് അതിൽ നിന്നും പ്രോബബിലിറ്റി കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. സ്ക്വയറിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എന്ന് വെച്ചാൽ ഇതിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പിക്ചറിൽ നമ്മളൊരു പേന കൊണ്ട് നോക്കാതെ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഒരു കോളം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജിയോമെട്രി രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന്റെ ആൻസർ ചെയ്യാൻ ഇവിടെ നമുക്ക് നോക്കാം. ശരിക്കും ഇതിന്റെ ആൻസർ ചെയ്യേണ്ടത് ഏരിയ ഉപയോഗിച്ചിട്ടാണ്. ഏരിയ ഉപയോഗിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പാർട്ടുകൾ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ ഒരു ബോക്സിൽ റെഡ് ബാളും ഗ്രീൻ ബാൾസും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് റെഡ് ബാൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ റെഡ് ബാൾസ് എത്രയാണോ അത് ഇവിടെ നമ്മൾ സാധാരണ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ മുകളിൽ എഴുതും, ഡിവൈഡർ ബൈ താഴെ ടോട്ടൽ ബോൾസ് എന്ന് വെച്ചാൽ റെഡും ഗ്രീനും കൂടി ചേർന്ന ടോട്ടൽ ബോൾസ് ഇവിടെ താഴെ ഇടും. അപ്പോൾ അതേപോലെ ഇവിടെ ബോളുകളല്ല, പകരം പിക്ചർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഏരിയയാണ് ഉപയോഗിക്കുന്നത്. നമ്മളവിടെ റെഡ് ബാൾസിന്റെ എണ്ണം എത്രയാണോ മുകളിൽ എഴുതിയത് അതേപോലെ ഇവിടെ ഷെയ്ഡ് ചെയ്ത ഈ പാർട്ടിന്റെ ഏരിയ ഇത് എത്ര ഉണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പരന്ന ഭാഗം എത്രയുണ്ട് നോക്കാം, അതിന്റെ ഏരിയ നോക്കിയാൽ മതി. അപ്പോൾ ആ ഏരിയ എത്രയാണോ, അപ്പൊ ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ എത്രയാണോ അത് മുകളിലും, ടോട്ടൽ ഷേപ്പ് എന്താ, നമ്മൾ ആകെ പന്തുകളുടെ എണ്ണം, ആകെ ടോട്ടൽ ബോൾസ് ആണ് താഴെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ബോൾസിന് പകരം ടോട്ടൽ ഷേപ്പ് ആണ് നോക്കേണ്ടത്. ആ ഷേപ്പ് ഏതാണ്, അതൊരു സ്ക്വയർ ആണ്. അപ്പൊ ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ താഴെയും എഴുതണം. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി കണക്കാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി കണക്കാക്കാൻ ഈ ഏരിയ ഉപയോഗിക്കാതെയും നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താം. അപ്പൊ അതെങ്ങനെയാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഏരിയ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ആ പിക്ചറിനെ ഈക്വൽ ആയിട്ട് പാർട്ടാക്കാം, തുല്യമായിട്ട് ഭാഗിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ പാർട്ടുകളാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമുക്ക് ഇതില് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി എത്ര ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ടുകൾ നമുക്ക് ഇവിടെ എല്ലാം ഈക്വൽ ആയിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്, പാർട്ടുകളാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതില് ഷെയ്ഡ് ചെയ്ത പാർട്ട് എത്ര ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 1/. ഇനി ടോട്ടൽ നമ്മൾ റെഡ് ബാൾസിന്റെ എണ്ണം എഴുതിയതുപോലെ തന്നെ അതിൽ റെഡ് ബാൾസിന്റെ എണ്ണം എഴുതി, ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ടിന്റെ ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഏരിയ നോക്കേണ്ട ആവശ്യമില്ല, ഒരെണ്ണം ഉള്ള ആ 1 എഴുതി. ഇനി ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ഇതിനുള്ളിൽ, 1 2 3 4 ഒരേപോലെ 4 ഉണ്ട്. അപ്പോൾ 1/4 എന്ന് എഴുതാം. 4ൽ ഒരെണ്ണമാണ് നമുക്ക് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇതേ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചും ചോദിക്കാം, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്. അപ്പൊ ഷെയ്ഡ് ചെയ്യാത്ത എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്, 3 ഉണ്ട്, 3/. ഇനി ഷെയ്ഡ് ടോട്ടൽ സ്ക്വയേഴ്സ് എത്ര ഉണ്ട് എന്ന് വെച്ചാൽ ഇത് കൂട്ടേണ്ട ആവശ്യമില്ല, ഇവിടെ നമ്മൾ പാർട്ടുകളാക്കിയ ഈ പാർട്ടുകൾ എത്ര ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 ഉണ്ട്, 3/4 എന്ന് എഴുതാം. അപ്പൊ ഇത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി ആണ്, ഇത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്തരത്തിലുള്ള ഒരു എക്സാം കൂടി നോക്കാം. നിങ്ങൾ ഇത്തരത്തിലുള്ള പിക്ചർ കണ്ടിട്ടുണ്ടാവും. അതായത് ഫുള്ള് കളർ കൊടുത്തിട്ടുള്ളതായിരിക്കും. പല കളറിൽ ഈ അമ്പെയ്ത്ത് മത്സരങ്ങളിൽ ഒക്കെ എറിയുന്ന രൂപത്തിലുള്ള പിക്ചറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാം ഈക്വൽ ആയിട്ടായിരിക്കും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വ്യത്യസ്ത കളറുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പിക്ചർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇതിൽ ഇപ്പോൾ ബ്ലൂ കളറിൽ വരാനുള്ള, ഇപ്പോൾ അമ്പെ ചെയ്യുകയാണെങ്കിൽ ബ്ലൂ കളറിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയും ചോദിക്കും. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതെല്ലാം ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇനി അതിൻ്റെ ഏരിയ കാണേണ്ട ആവശ്യമില്ല. ഇതിൽ ബ്ലൂ കളറിലുള്ള എത്ര കോളംസ് ഉണ്ട്, 1 2 3 4. അപ്പൊ 4 കോളംസ് ഉണ്ട്, 4 പാർട്ടുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ 4 ഡിവൈഡഡ് ബൈ ബ്ലൂ കളറിൽ വരാനുള്ള പ്രോബബിലിറ്റി ആണ് പറയുന്നത്. ഇനി ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്, 8. അപ്പോൾ 4/8 എന്ന് കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം, എത്ര വരിക, 1/2 എന്ന് കിട്ടും. 4നെയും 8നെയും 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4/4 എന്ന് പറഞ്ഞാൽ 1, 8/4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 1/2 കിട്ടും.
ഇനി ഇതിൽ തന്നെ വേറെ ക്വസ്റ്റ്യൻ വരാം. ഇത് ഗ്രീൻ കളറിൽ വരാനുള്ള പ്രോബിലിറ്റി എത്ര ചോദിക്കും, അല്ലെങ്കിൽ ചാൻസ് എത്ര ചോദിക്കും. അപ്പൊ ഇതിൽ എത്ര ഗ്രീൻ കളർ ഉണ്ട്? 3 ഉണ്ട്. ടോട്ടൽ എത്ര എണ്ണാണ്? 8. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിലുള്ള ഭാഗം എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പാർട്ടുകൾ ഉണ്ട് അത് കൊടുക്കുക. അപ്പോൾ ഈക്വൽ ആയിട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗവും അല്ലാത്തതും ഈക്വൽ ആയിട്ട് ഒരേ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെ പാർട്ടുകളായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഏരിയ ഉപയോഗിച്ച് ചെയ്യണം. അത് ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ ചെയ്യുന്നതാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് ഈസ് ഗിവൺ. അതായത് നമുക്കിവിടെ ABCD എന്ന് പറഞ്ഞ് 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനിലും പിക്ചർ ഉണ്ട്. നിലവിൽ ഞാനിവിടെ പിക്ചർ വരച്ചിട്ടില്ല, കാരണം അത് പിന്നെ ആദ്യം വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ വരയ്ക്കണം എന്ന ഐഡിയ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വരയ്ക്കണം എന്ന് കൂടി പറയാൻ വേണ്ടിയിട്ട് ഞാൻ പിക്ചർ വരച്ചിട്ടില്ല. അപ്പോൾ ഓരോ പിക്ചറിലും കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ ഷെയ്ഡ് ചെയ്ത ഭാഗം ഏതാണെന്ന് ഇതേ രൂപത്തിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ബാക്കി നോക്കാം. കാൽക്കുലേറ്റ് ഇൻ ഈച്ച് ദ പ്രോബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിത്തൗട്ട് ടു ബി വിത്തിൻ ദ ഗ്രീൻ പാർട്ട്. സോറി, ഇവിടെ ഗ്രീൻ അല്ല, ഷെയ്ഡഡ് പാർട്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഗ്രീൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനത് നിങ്ങൾക്ക് കളർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഷെയ്ഡ് എന്നാക്കിയിരിക്കുകയാണ്. അപ്പൊ ഷെയ്ഡഡ് പാർട്ട്, അതായത് ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ പിക്ചറിൽ ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ, നോക്കാതെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള പ്രോബിലിറ്റി എത്ര എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്ക്വയർ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബിഗർ സ്ക്വയർ. അപ്പൊ നമുക്കിവിടെ ഒരു സ്ക്വയർ വേണം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ തന്നെയാണ്. ഒരു സ്ക്വയർ ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്ക്വയർ റഫ് ആയിട്ട് വരക്കാം, പറ്റുമെങ്കിൽ കറക്റ്റ് ആയി വരക്കാം. എന്നിട്ട് അതിന്റെ എല്ലാം മിഡ് പോയിന്റ്സ്, ഓരോ സൈഡിന്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ നമുക്ക് അതിന്റെ ഉള്ളിൽ വേറെ ഒരു സ്ക്വയർ കിട്ടും. അപ്പൊ ഈ സ്ക്വയർ ആണ് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് എ സ്ക്വയർ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബിഗർ സ്ക്വയർ. അപ്പൊ ഇതാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. എല്ലാവരും നിങ്ങൾ പെൻസിൽ ചരിച്ചു പിടിച്ചിട്ട് കളർ ചെയ്യുന്ന പോലെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ സാധാരണ ശരിക്കും ചെയ്യേണ്ടത് ഏരിയ ഉപയോഗിച്ച് ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് ഷെയ്ഡ് ചെയ്ത പാർട്ട് ഒരു സ്ക്വയർ ആണ്. ഇതിന്റെ ഒരു സൈഡ് കണ്ടെത്തിയിട്ട് അതിന്റെ ഏരിയ ഉപയോഗിച്ച് ചെയ്യുക. അതേപോലെ ടോട്ടൽ ഷേപ്പ് എന്ന് പറയുന്നതും വലിയ ഈ സ്ക്വയർ ആണ്, അതിന്റെ ഏരിയ താഴെ എഴുതുക. അങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയിട്ട് ഇതിന്റെ പ്രോബിലിറ്റി കണ്ടെത്തണം. ഇനി അതല്ലെങ്കിൽ ഇത് നമുക്ക് നേരിട്ട് ഇത് നമുക്ക് ഈക്വൽ പാർട്സ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഒരാൾ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ കുറെ ലൈൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ടും ചെയ്യാത്ത പാർട്ടും ഒരേ വലുപ്പം അല്ലെങ്കിൽ ഈക്വൽ ആണോ? അല്ല, കാരണം ഇവിടെ ട്രയാങ്കിൾ ആണ്, ഇത് ട്രയാങ്കിൾ അല്ല. ഇപ്പൊ ട്രയാങ്കിൾ ആണെങ്കിൽ തന്നെ ഇതേ വലുപ്പം വരും വേണം. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയില്ല. വേറെ എങ്ങനെയെങ്കിലും നമുക്ക് ഈക്വൽ ആയിട്ട് പാർട്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കാം. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇതിന്റെ ഈ സ്ക്വയറിന്റെ ചെറിയ സ്ക്വയറിന്റെ ഡയഗണൽസ് ജോയിൻ ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് 8 പാർട്സ് ആയി. അതായത് ഇവിടെ ഷെയ്ഡ് ചെയ്തതും ചെയ്യാത്തതും ഒരേ വലുപ്പത്തിൽ കിട്ടും. ഞാനിവിടെ കറക്റ്റ് അളവെടുത്ത് വരക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈക്വൽ ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. നിങ്ങൾ കറക്റ്റ് അളവെടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഷെയ്ഡ് ചെയ്തതും ചെയ്യാത്തതും ഒരേ വലുപ്പമായി. ഇനി നമുക്ക് പ്രോബിലിറ്റി കാണാൻ എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ടുകൾ എത്ര ഉണ്ട്? 4 ഉണ്ട്. അപ്പൊ പ്രോബിലിറ്റി ഈക്വൽ ടു 4/. ഇനി എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? അതായത് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ടൊക്കെ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ഷെയ്ഡ് ചെയ്ത പാർട്ട് 4 ഉണ്ട്. ഇനി ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്യാത്തതും ഷെയ്ഡ് ചെയ്തതും എല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പൊ എത്ര ഉണ്ടാവും? ടോട്ടൽ 8 ഉണ്ട്. അപ്പൊ 4/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഈ രൂപത്തിലാണ് നമുക്ക് ഇതിന്റെ ആൻസറുകൾ ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാനല്ല, ഇവിടെ നമുക്ക് ഈക്വൽ ആയി പാർട്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇതിനെ ഈക്വൽ ആക്കിയിട്ട് പാർട്ടുകളാക്കി. എന്നിട്ട് ഇതില് ഷെയ്ഡ് ചെയ്ത പാർട്ടുകൾ 4 ഉണ്ട്. 4/. ടോട്ടൽ പാർട്സ് 8 ഉണ്ട്. അപ്പോൾ 4/8 എന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, അതിന്റെ മെയിൻ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ എഴുതി തന്നെയാണ്. അപ്പൊ ഇനി അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അതായത് ഓരോ പിക്ചറിലും ഷെയ്ഡ് ചെയ്ത പാർട്ട് ഏതാണെന്ന് തന്നിട്ടുണ്ട്.
അപ്പോൾ അതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള ആ ഡോട്ട് വരാനുള്ള പ്രോബിലിറ്റി എത്ര തന്നെ ക്വസ്റ്റ്യന്. അപ്പോൾ അതിന്റെ ബി ക്വസ്റ്റ്യനിൽ ഷെയ്ഡ് ചെയ്ത പാർട്ട് ഏതാണെന്ന് പറയുന്നുണ്ട്. എ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ആൾട്ടർനേറ്റ് വെർട്ടീസസ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. എന്താ ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ്, അതായത് ഒരു ഹെക്സഗണിലുള്ള ഒന്നിടവിട്ട ആംഗിൾസ് വെർട്ടീസസ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ട്രയാങ്കിൾ ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ 3 സൈഡ്സ് ഉള്ള പോളിഗൺ എന്ത് പറയും? ട്രയാങ്കിൾ. 4 സൈഡ്സ് ആണെങ്കിലോ ക്വാഡ്രിലാറ്ററൽ, 5 സൈഡ്സ് ആണെങ്കിൽ പെന്റഗൺ, 6 സൈഡ് ആകുമ്പോഴാണ് ഹെക്സഗൺ ആവുന്നത്. അപ്പൊ അതിൽ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാല് ആ ഹെക്സഗണിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? റെഗുലർ ഹെക്സഗൺ. അപ്പോൾ ഇവിടെ 6 സൈഡ്സ് ഉള്ള ഒരു ഹെക്സഗൺ ആണ്, അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആകണം. അപ്പൊ ഏകദേശം എല്ലാ സൈഡും ഈക്വൽ ആകുന്ന രീതിയിൽ ഒരു പിക്ചർ വരയ്ക്കുക. 6 സൈഡ്സ് ഉണ്ട്. ഇനി ഈ 2 സൈഡിലേക്കും ഇതേപോലെ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഒരു ഹെക്സഗൺ ആയി. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒന്നിടവിട്ട, അതാണ് പിന്നെ ആൾട്ടർനേറ്റ് വെർട്ടീസസ്, ഒന്നിടവിട്ട വെർട്ടീസസ്. ഇപ്പൊ ഇതൊരു വെർട്ടീസസ് എടുത്തു, ഇത് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തേലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഇതിൽ നിന്ന് ഇത് ഒഴിവാക്കിയിട്ട് ഈ ഇതിലേക്ക് ജോയിൻ ചെയ്യാം, പിന്നെ ഇത് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ കിട്ടിയ ഈ ട്രയാങ്കിൾ ആണ്, ഇതിനുള്ളിൽ കിട്ടിയ ഈ ട്രയാങ്കിൾ ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പെൻസിൽ ചരിച്ച് പിടിച്ച് ഷെയ്ഡ് ചെയ്താൽ മതി, കാരണം നമുക്കിതിൽ വരയ്ക്കേണ്ടി വരും ചിലപ്പോ. അപ്പൊ ഇത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഏരിയ ഉപയോഗിച്ചും കണ്ടെത്താം. ഏരിയ ഉപയോഗിച്ച് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. ഇതിനെ നമുക്ക് ഈക്വൽ ആയിട്ട് പാർട്ടുകളാക്കാൻ പറ്റുമോ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ ഒന്ന് വരച്ച് നോക്കാം ഈക്വൽ ആക്കി ചെയ്യാൻ കഴിയോ ഇല്ലേ എന്നുള്ളത്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഇതിന്റെ ഈക്വൽ ആക്കിയിട്ട് ഭാഗിക്കാൻ 2 രീതികളുണ്ട്. അപ്പൊ ഞാൻ 2 പറയാം. അപ്പൊ ഞാൻ ആദ്യം വരച്ചത് കണ്ടിട്ട് നിങ്ങൾ തെറ്റാണെന്ന് വിചാരിച്ച് വെട്ടാൻ നിൽക്കണ്ട, 2ഉം നോക്കാം. ഇനി അതല്ലാത്ത വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ഇവിടെ നമുക്കിതിന്റെ ഏകദേശം ഒരു സെന്റർ എടുത്തു കഴിഞ്ഞാൽ ആ സെന്ററിലേക്ക് എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഈ സെന്ററിലേക്ക് ഈ ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടീസസിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ടും ചെയ്യാത്ത പാർട്ടും ഒരേ വലുപ്പത്തിൽ കിട്ടും, 2ഉം ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ പ്രോബിലിറ്റി കാണാൻ എളുപ്പമാണ്. പ്രോബിലിറ്റി ഈക്വൽ ടു, ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ട് എത്ര ഉണ്ട്? 3 ബൈ ടോട്ടൽ പാർട്ടുകൾ എത്ര ഉണ്ട്? 6. അപ്പൊ 3/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. അതായത് 3നെയും 6നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ വരച്ചത് തന്നെ നേരെ നീട്ടിയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ വെർട്ടീസിലേക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം, ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ട്രയാങ്കിൾസിന്റെ എണ്ണം കൂടിയത് മാത്രം ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നതും ചെയ്യാത്തൊക്കെ ഒരേ വലുപ്പത്തിലായിരിക്കും. അപ്പൊ ഇവിടെ ഷെയ്ഡ് ചെയ്ത് എത്ര ഉണ്ടാവും? 6 ബൈ ടോട്ടൽ എത്ര പാർട്ടുകൾ ഉണ്ട്? 12. അപ്പൊ 6/12 എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി ഹാഫ് ആക്കി കഴിഞ്ഞാൽ 3/6 എന്ന് വെച്ചാൽ 1/2 തന്നെയാണ് വരുന്നത്. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ പാർട്ടുകളാക്കാം, എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടെത്താം. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ, എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 ഓവർലാപ്പിംഗ് ഇക്വലാറ്റർ ട്രയാങ്കിൾസ്. ഇക്വലാറ്റർ ട്രയാങ്കിൾസ് എന്താ? ഇക്വലാറ്റർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾസ്. അപ്പൊ 2 ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ഓവർലാപ്പിംഗ്, ഒന്നിന് മുകളിൽ മറ്റൊന്നായിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. അതാണ് ഈ പിക്ചറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പിക്ചർ വരയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാം. ഈ പിക്ചർ തന്നെ തല തിരിച്ച് വരയ്ക്കാം, എന്ന് വെച്ചാൽ ഈ വെർട്ടീസസ് താഴേക്ക് വരുന്ന രീതിയിൽ വേറെ ഒന്നുകൂടി വരയ്ക്കാം. അപ്പൊ ഈ സെന്ററിൽ കിട്ടിയിട്ടുള്ള ഈ ഹെക്സഗൺ ആണ് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പെൻസിൽ ചരിച്ച് പിടിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം, കളർ ചെയ്യുന്ന പോലെ. ഇനി ഇതിനെ നമുക്ക് ഈക്വൽ ആയിട്ട് പാർട്ടുകളാക്കാൻ പറ്റുമോ അല്ലേ എന്ന് നോക്കി നോക്കാം. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്തത്? ഇതിന്റെ ഈ ഹെക്സഗന്റെ ഡയഗണൽസ് നമ്മൾ ജോയിൻ ചെയ്താൽ മതി. ഈ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ജോയിൻ ചെയ്യാം.
ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഈക്വൽ ഷെയ്ഡ് ചെയ്തതും അല്ലാത്തതും എല്ലാം ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്തുക? നേരത്തെ നിങ്ങൾ ചെയ്ത പോലെ തന്നെയാണ്. എത്ര വരും? ഷെയ്ഡ് ചെയ്ത പാർട്ടുകൾ എത്ര ഉണ്ട്? ഇവിടെ ഇങ്ങനെ ചെറിയ ഇത് വരില്ല, ഒന്നിച്ചാണ് വരിക. ഒരു പോയിന്റിലൂടെയാണ് ക്രോസ് ചെയ്ത് പോവുക. അപ്പോൾ ഷെയ്ഡ് ചെയ്ത പാർട്ടുകൾ 6 ഉണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പാർട്സ് ഉണ്ട്? 12 ഉണ്ട്. 6/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. 6നെയും 12നെയും നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6/6 പറഞ്ഞാൽ 1, 12/6 പറഞ്ഞാൽ 2. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ ചെയ്യാം. ഇനി ഇതിലെ ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്ക്വയർ വിത്ത് ആൾ വെർട്ടീസസ് ഓൺ എ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളില് എല്ലാ വെർട്ടീസസും ആ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ ആവശ്യം. അതായത് ഒരു സർക്കിൾ ഉണ്ടാകും, ഈ സർക്കിളിന്റെ ഉള്ളിലാണ് സ്ക്വയർ വരേണ്ടത്. അപ്പൊ നമുക്ക് സ്ക്വയറിന്റെ എല്ലാ വെർട്ടീസസും ഓൺ ദ സർക്കിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പിക്ചർ ആണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താം. അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ ഈ പിക്ചർ ഒന്നുകൂടി മാറ്റി വരയ്ക്കാണ്. ഇങ്ങനെയുള്ള ഈ പിക്ചറിൽ നമുക്ക് ഈക്വൽ ആയിട്ട് പാർട്ടുകളാക്കാൻ കഴിയുമോ? നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് കിട്ടില്ല. കാരണം ഇപ്പൊ ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ഇതാണ് ഷെയ്ഡ് ചെയ്ത പാർട്ട്. അപ്പൊ ഇവിടെ ട്രയാങ്കിളും ഇവിടെ സർക്കിളിന്റെ ഒരു കർവ്, ഒരു വളഞ്ഞ രൂപത്തിൽ വരും. അപ്പൊ നമുക്ക് എങ്ങനെ ഈക്വൽ ആയിട്ടും എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഈക്വൽ ആയിട്ട് കിട്ടില്ല. അപ്പൊ അവിടെ നമുക്ക് ഏരിയ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഇതില് ഈ സ്ക്വയർ ആണ്, അതായത് എ സ്ക്വയർ വിത്ത് ആൾ വെർട്ടീസസ് ഓൺ എ സർക്കിൾ. സർക്കിളിൽ വരുന്ന ഈ സ്ക്വയർ ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിൽ വരാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏരിയ കണ്ടെത്താൻ. അപ്പൊ ഇവിടെ 2 ഫിഗർ ആണുള്ളത്. എന്തിനൊക്കെ ഏരിയ നമുക്ക് ഇതിന് ആവശ്യം വരിക? ഇവിടെ ഉള്ളത് ഷെയ്ഡ് ചെയ്ത പാർട്ട് ഏതാ? സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ മുകളിലും, ഇനി ആകെ വരുന്ന ഷേപ്പ് ഏതാ? സർക്കിൾ. ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള കുറച്ച് ഭാഗങ്ങൾ ചേർത്ത ഒരു പിക്ചറാണ് സ്ക്വയർ. അതായത് സർക്കിളിന്റെ ഉള്ളിലാണ് സ്ക്വയർ. അതുകൊണ്ട് ടോട്ടൽ എന്ന് പറയുന്ന ഷേപ്പ് സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ ഏരിയ താഴെയും എഴുതണം. അപ്പൊ ഇവിടെ നമുക്ക് സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സ്ക്വയറിന്റെ ഏരിയ കാണാം? നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്തായിരിക്കും? ഒരു സൈഡിന്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ 2 സ്ക്വയർ ചെയ്താൽ മതി. ഇനി 5 ആണെങ്കിലോ 5 സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ഏരിയ ഓഫ് സ്ക്വയർ കാണണം. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ, ഒരേ സൈഡ് 2 ആണ്. അപ്പൊ 2 സ്ക്വയർ ഈക്വൽ ടു 4 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. 4 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ അതിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സർക്കിളിന്റെ ഏരിയ കാണും. അപ്പൊ സർക്കിളിന്റെ ഏരിയ കാണാൻ നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു, നിങ്ങളത് മുഴുവനാക്കി ചെയ്താ ഏരിയ ഓഫ് സർക്കിൾ എഴുതാം. അതിന്റെ ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ അല്ലെ? അപ്പൊ ഇതില് ആർ എന്ന് പറഞ്ഞ എന്താ? റേഡിയസ്. അപ്പൊ പൈ ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ വേണം. നമുക്കിത് റേഡിയസ് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഈ 2 ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ റേഡിയസ് കാണാം. ഈ ഡയഗണലിൽ വരച്ചു കഴിഞ്ഞാല് ഇതിപ്പോ സ്ക്വയറിന്റെ ഡയഗണലാണ്. ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതും 2 സെന്റിമീറ്റർ ആണ്, ഇതും 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ പൈതഗോറസ് ഇക്വേഷൻ, പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഇത് ഈ ലെങ്ത് കാണാം. അപ്പൊ ഈ ലെങ്ത് സർക്കിളിന്റെ എന്താ? ഡയമീറ്റർ അല്ലെ? അപ്പൊ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഹാഫ് അല്ലേ റേഡിയസ്. അപ്പൊ നമുക്കിവിടെ ഈ പൈതഗോറസ് ഇക്വേഷൻ ഉപയോഗിക്കാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഒരു സ്ക്വയറിന്റെ, ഇതിപ്പോ ഒരു സ്ക്വയർ ആണ്, അതിന്റെ ഡയഗണലാണ് ഇത്. അതായത് ഈ ലൈൻ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ഡയഗണലും സർക്കിളിന്റെ വ്യാസം, സർക്കിളിന്റെ ഡയമീറ്ററും ആണ്. രണ്ടും സെയിം ആണ്. അപ്പോൾ സ്ക്വയറിന്റെ ഡയഗണൽ കാണാൻ അതിന്റെ ഒരു സൈഡിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഈ ഡയഗണൽ കിട്ടി. അപ്പോൾ ഈ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ്? അതും 2√2 തന്നെ വരിക. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് വരും. 2√2ന്റെ ഹാഫ് എത്രയാണ്? √2 അല്ലെ? അതായത് 2√2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി √2 ഉണ്ട്. അപ്പൊ റേഡിയസ് √2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞ റേഡിയസ്, അത് √2 ആണ്. അപ്പൊ √2 സ്ക്വയർ എന്ന് എഴുതണം. അപ്പൊ ഈക്വൽ ടു പൈ ഇൻറ്റു √2 സ്ക്വയർ എത്രയാണ്? നിങ്ങൾക്കറിയില്ലേ? അതായത് √2 ഇൻറ്റു √2 ആണ് √2ന്റെ സ്ക്വയർ കാണുന്നത്. അപ്പൊ √2 √4 വരും. √4 എത്രയാണ്? 2 ആണ്.
അപ്പോൾ റൂട്ടുള്ള ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ടും സ്ക്വയറും ഒഴിവാക്കിയിട്ട് നമ്പർ മാത്രം എഴുതിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അവിടെ ആൻസർ എത്ര കിട്ടി? 2π എന്ന് കിട്ടി. π × 2 എന്ന് പറഞ്ഞാൽ 2π. അപ്പൊ നമുക്ക് ഏരിയ സർക്കിളിന്റെ ഏരിയയും കിട്ടി, അതേപോലെ സ്ക്വയറിന്റെ ഏരിയയും കിട്ടി. ഇനി പ്രോബബിലിറ്റി കാണണം. പ്രോബബിലിറ്റി ഈക്വൽ ടു ആദ്യം മുകളിൽ ഏത് എഴുതേണ്ടത്? ഉള്ളിലുള്ള പാർട്ട്, ഷെയ്ഡ് ചെയ്ത പാർട്ട്. ഇവിടെ ഷെയ്ഡ് ചെയ്ത പാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഷെയ്ഡ് ചെയ്യാത്ത പാർട്ടാണ് പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യണം? സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ ഷെയ്ഡ് ചെയ്ത, അതായത് സ്ക്വയറിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഷെയ്ഡ് ചെയ്യാത്ത പാർട്ടിന്റെ കിട്ടും. നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഷെയ്ഡ് ചെയ്ത പാർട്ടിന്റെയാണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4/, ഇനി സർക്കിളിന്റെ ഏരിയ 2π ആണ്. അപ്പൊ 4/2 എത്രയാണ്? 4/2 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ഈക്വൽ ടു എത്ര വരും? 2/π എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമ്മളുടെ ആൻസർ. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/π. വേണമെങ്കിൽ 2/πന്റെ വാല്യൂ 3.14 എന്ന് എഴുതാം. അതായത് 2/3.14 എന്ന് എഴുതാം. അതായത് താഴെ എപ്പോഴും വലിയ നമ്പർ ആയിട്ട് വരിക, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതുകൂടി നോക്കാം. ഇനി അതിലെ ഈ ക്വസ്റ്റ്യൻ, സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ. അതായത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന് നേരെ ഓപ്പോസിറ്റ്. ഒരു സ്ക്വയറിന്റെ ഉള്ളില് സർക്കിൾ വരണം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ ഒരു സ്ക്വയർ ആണ്, ഇതിന്റെ ഉള്ളിലാണ് സർക്കിള് വരേണ്ടത്. അപ്പൊ ഈ രൂപത്തിൽ പിക്ചർ വരണം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സർക്കിൾ വരയ്ക്കാണ് നല്ലത്. കോമ്പസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചതിന് ശേഷം ഇതിന്റെ പുറത്തു കൂടി നമുക്ക് സ്ക്വയർ ആക്കി, പുറത്തു കൂടി വരച്ചിട്ട് സ്ക്വയർ ആക്കി മാറ്റാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ സർക്കിളാണ് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സർക്കിൾ ഒന്ന് എല്ലാവരും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോ ഈ ഡോട്ട് എന്ന് പറയുന്നത് സർക്കിളിൽ ഷെയ്ഡ് ചെയ്ത പാർട്ട്, അതായത് സർക്കിളിൽ വരാനുള്ള പ്രോബിലിറ്റി എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പൊ എന്തായിരിക്കും? ഇവിടെ നമുക്ക് ഇതിന് ഈക്വൽ ആയിട്ട് പാർട്ടാക്കാൻ കഴിയുമോ? നമുക്കിവിടെ ഇതിനെ എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ ആയിട്ട് കിട്ടില്ല. കാരണം ഇവിടെ ഈ സർക്കിളിൽ ഒരു കർവ് വരുന്നുണ്ട്, വളഞ്ഞ ഭാഗം വരുന്നുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ കറക്റ്റ് ആയിട്ട് വരില്ല, ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ഈക്വൽ ആയിട്ട് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഏരിയ തന്നെ ഉപയോഗിക്കണം. അപ്പൊ ഏരിയ കണ്ടെത്താൻ നമുക്ക് ഇവിടെ ഇതില് സൈഡുകളൊന്നും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അപ്പൊ സൈഡ് ഇതില് നമുക്ക് തരാത്തത് കൊണ്ട് എക്സോ വൈയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ലെറ്റർ ഉപയോഗിക്കണം. എന്നിട്ട് അത് ഉപയോഗിച്ചാണ് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ. അപ്പൊ അവിടെ നമുക്ക് സർക്കിളിന്റെ ഏരിയ കാണണം. അപ്പൊ നമുക്ക് സർക്കിളിന്റെ ഏരിയ കാണാൻ ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു അതിലെ ഏരിയ കാണാൻ നമുക്ക് ഇതിലെ ഇക്വേഷൻ πr² ആണ്. അപ്പൊ ഇതില് r എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. ആ റേഡിയസ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. നമുക്ക് റേഡിയസ് അപ്പൊ റേഡിയസ് നമുക്ക് ഏതെങ്കിലും ഭാഗത്തേക്ക് വരക്കാം. എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. അപ്പൊ റേഡിയസ് നമുക്ക് അറിയാത്തത് കൊണ്ട് a സെന്റിമീറ്റർ എന്നോ എക്സോ വൈയോ ഏത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് വരും π × r എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. റേഡിയസിന് പകരം a കൊടുത്തു. അപ്പൊ πa² എന്ന് വന്നു. ഇനി ഏരിയ ഓഫ് പുറത്തുള്ളത് സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കാണാം? ഒരു സൈഡിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സൈഡ് എക്സ് വൈ ഏതെങ്കിലും കൊടുക്കാം. പക്ഷെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ ഈ എ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഒരു സൈഡ് കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാം. ഈ എ ഇത് റേഡിയസ് ആണ്. ഇത് നീട്ടി വരച്ചു കഴിഞ്ഞാൽ വീണ്ടും റേഡിയസ് കിട്ടും. അപ്പൊ ഇവിടെ ഈ ലെങ്ത്തും a സെന്റിമീറ്റർ തന്നെ വരിക. a യൂണിറ്റ്, അതായത് ടോട്ടൽ റേഡിയസ് അപ്പൊ ഡയമീറ്റർ എത്ര വരും? 2a. അതായത് a + a എന്ന് പറഞ്ഞാൽ 2a. അപ്പൊ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് 2a ആണ്. ഈ 2aയും ഇതിന്റെ ഈ സ്ക്വയറിന്റെ ഒരു സൈഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതേ ലെങ്ത് തന്നെയല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ ഇത് 2a ആണെങ്കിൽ ഈ സൈഡും എത്ര ഉണ്ടാകും? 2a തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് സ്ക്വയറിന്റെ ഒരു സൈഡ് 2a ആയതുകൊണ്ട് അതിന്റെ ഏരിയ കാണാൻ ഒരു സൈഡിന്റെ സ്ക്വയർ ആണ്. അപ്പൊ 2a² എന്ന് എഴുതാം. 2a² എന്ന് പറയുമ്പോൾ രണ്ട് നമ്പറിന്റെയും സ്ക്വയർ ആണ്. 2ന്റെ സ്ക്വയർ 4, a-ന്റെ സ്ക്വയർ a². അപ്പൊ നമുക്ക് 4a² എന്ന് കിട്ടി. ഇനി പ്രോബബിലിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. പ്രോബബിലിറ്റി ഈക്വൽ ടു നമുക്ക് ആദ്യം ഇവിടെ ഉള്ളിലുള്ള പിക്ചർ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. സർക്കിളിന്റെ ഏരിയ πa² ആണ്. πa² ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ ടോട്ടൽ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്.
സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4a² ആണ്. അപ്പോൾ a² കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബാക്കി കിട്ടും? π/4 എന്ന് കിട്ടും. ഇവിടെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും a² ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. a²/a² എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ 1 വരുമ്പോൾ π × 1 എന്ന് പറഞ്ഞാൽ π തന്നെയാണ്. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതേ നമ്പർ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് 1 എഴുതാത്തത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ π/4 എന്ന് എഴുതാം. വേണമെങ്കിൽ ഒന്നുകൂടിയും എഴുതാം, 3.14 ÷ 4 എന്ന് എഴുതാം. എങ്ങനെയാലും ആൻസർ കറക്റ്റ് ആണ്, ഇത് എഴുതിയാലും മതി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൈന്റെ വാല്യൂ 3.14 മാത്രമല്ല, ഈ പോയിന്റിന് ശേഷം വീണ്ടും ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. നമ്മളതിന് ആൻസർ ചെയ്യാൻ വേണ്ടി ചുരുക്കി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.